നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ടാറ്റ പഞ്ചിനെ കുറിച്ചാണ്. നോർമലി റിവ്യൂവിലെ മൊത്തത്തിലൊന്നും പറയുന്നില്ല. 2024 മോഡലിനകത്ത് കുറച്ച് ചില അഡീഷണൽ ഫീച്ചേഴ്സും കൂടെ വന്നിട്ടുണ്ട്, ചില അപ്ഡേഷൻ വന്നിട്ടുണ്ട്. നമുക്ക് അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡിസ്പ്ലേയിൽ നിന്ന് തന്നെ തുടങ്ങാം. പുതിയ മോഡലിനകത്ത് ഫുള്ളി ഡിജിറ്റലായിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്ററാണ് കേട്ടോ ഉള്ളത്. ഇതിനകത്ത് വരുമ്പോൾ എന്താ നമ്മുടെ ഫസ്റ്റ് ഇത് ട്രിപ്പ് എയും ബിയും ഉണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഇനി ഇപ്പോൾ എത്രയാണ് ആവറേജ് മൈലേജ് വരുന്നതെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ടൈം, പിന്നെ അതുകൂടാതെ ഇപ്പം ഏത് മോഡലാണ് കിടക്കുന്നതെന്നും കാണിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഇപ്പം ട്രിപ്പ് മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ടു എം ബി, ഇനി ഇപ്പം നിലവിലുള്ള പെട്രോളിൽ ഇപ്പോൾ എത്ര കിലോമീറ്റർ വരെ പോകാം എന്നുള്ളതും കാണിക്കും. 170 കാണിക്കുന്നു. ഒരു 10-20 വല്ലതും കുറച്ചൊക്കെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. കണ്ടോ, നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയാണ്. 1 കിലോമീറ്റർ പെട്ടെന്ന് പറഞ്ഞ്. ടോട്ടൽ ഇതൊരു 544 കിലോമീറ്ററാണ് കേട്ടോ ഓടിയിട്ടുള്ളത്. പിന്നെ പുറത്തെ നമ്മളെ ക്ലൈമറ്റ് അത് കാണിക്കും. അത്രയാണ്. തൊട്ടിപ്പുറത്താണെങ്കിൽ ഇത് നമുക്ക് റീസെറ്റിന് ചെയ്യാൻ വേണ്ടിയാണ്, അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെയാണ് വരുന്നത്. പിന്നെ നമ്മുടെ ഈ സ്റ്റിയറിങ്ങിൽ തന്നെ ഫുൾ ബ്ലൂടൂത്ത് കണക്ഷനും കോൾ അറ്റൻഡിങ്ങും വോളിയം, നമ്മുടെ ഇൻഫോർമെൻ്റ് സിസ്റ്റത്തിനകത്തുള്ള വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇതിനകത്തുണ്ട്. പിന്നെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമ്മുടെ ക്രൂസ് കൺട്രോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഫോൺ ഈ സൈഡിലാണ് വരുന്നത്. ഇവിടെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കൊള്ളായിരുന്നു. കൂടാതെ വേറൊരു അഡീഷണൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്ററും കൂടെ വരുന്നുണ്ട് കേട്ടോ. നമുക്കിപ്പം ഗിയർ അതാ റിവേഴ്സ് ഗിയർ ഇപ്പം ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി ജസ്റ്റ് ഒന്ന് മൂവപ്പ് ആയാലേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ റിവേഴ്സ് ഗിയർ ഇട്ട് കാണിച്ചു തന്നെ. ഇതുപോലെ ഇപ്പം നമ്മൾക്കിപ്പോൾ റിവേഴ്സ് ഗിയർ ഇടാം. നമ്മളിപ്പോൾ കൂടാതെ നമ്മളിപ്പം നെക്സ്റ്റ് ഇപ്പം ഫസ്റ്റ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ സ്പീഡായി കഴിഞ്ഞാൽ സെക്കൻഡ് ഗിയറിലോട്ട് മാറണമെങ്കിൽ അത് ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തേർഡ് ഡൗൺ ആകുമ്പം ഡൗൺ ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കാണിക്കും, ഡൗൺ ചെയ്യാൻ കാണിക്കും. അതെനിക്കൊരു നല്ലൊരു ഇതായിട്ട് തോന്നി. അതും കൂടെ ആഡ് ചെയ്ത്, നേരത്തേലൊന്നും ഇല്ലായിരുന്നു. കാരണം ഫസ്റ്റ് ഒരു ബിഗിനിയറായിട്ടൊക്കെ വരുന്നവർക്കൊക്കെ ചിലപ്പം ഗിയർ പേ അതിലാണ് പോകുന്നത്. ചിലർക്കൊക്കെ കൺഫ്യൂസ് വരും. ചിലർ ചിലപ്പം നമ്മുടെ സെക്കൻഡിലോട്ട് ഇടുന്നത് മാറി ഫോർത്തിലൊക്കെ വരും. അപ്പോൾ അതൊക്കെ അറിയാൻ പറ്റും. ബിഗിനേഴ്സിനൊക്കെ കൊള്ളാം കേട്ടോ. അതും നമ്മുടെ അക്കംപ്ലിഷ്ഡ് വെയിറ്റിനകത്ത് വരുമ്പം കീലെസ് ആണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒരു ബട്ടൺ എൻജിൻ സ്റ്റാർട്ടും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്താൽ മതി. പിന്നെ തൊട്ട് സൈഡിലായിട്ട് ഫോഗ് ലൈറ്റിൻ്റെ ഇത് കൊടുത്തിട്ടുണ്ട് സ്വിച്ച്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഡ്രൈവ് മോഡ്സ് ആണ് കേട്ടോ. ഇക്കോണമി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്, സിറ്റി ഡ്രൈവ് മോഡ് ആക്ടിവേറ്റഡ്, ഇതുപോലെ പറയും കേട്ടോ. അത് കൊള്ളാം. പിന്നെ കൂടാതെ ഇപ്പം നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് നമ്മൾ ഹാൻഡ് ബാഗ് മാറ്റാൻ വേണ്ടി മറന്നു പോയെങ്കിൽ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ പറയും പ്ലീസ് സർവീസ് ഹാൻഡ് ബാഗ്. അങ്ങനെയൊക്കെ വോയിസ് കമാൻഡൊക്കെ കൊള്ളാം. പിന്നെ ഇത് നമുക്ക് ഫുള്ള് ലോക്ക്, ഡോർ ഫുള്ള് ലോക്ക് ചെയ്യാനുള്ളതാണ്. ഇത് ഐഡിയൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്ന് പറയും. അതായത് നമ്മളിപ്പം ബ്ലോക്കിലൊക്കെ ഇപ്പം കിടക്കുകയാണ്, ബ്ലോക്കിലോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കുറച്ച് ടൈം നിർത്തിയിരിക്കുകയാണെന്ന് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഗിയറിന് ഉള്ള ഗിയർ മാറ്റി ന്യൂട്രലാക്കിയിട്ടാണ് കിടക്കുന്നതെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. പിന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. ഒരു ഫ്യൂവൽ സേവിങ് രീതിക്കൊക്കെയാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ സൈഡിലായിട്ട് വരുമ്പം ഇൻഹിബിറ്റ് സ്വിച്ചും കൂടെയൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഫുള്ളും നമുക്ക് തന്നെ എല്ലാം ലെഫ്റ്റ് ആയാലും റൈറ്റ് ആയാലും ഫുൾ ബാക്ക് ആയാലും ഫുള്ളും നമുക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് കേട്ടോ ഉള്ളത്. അതും കൊള്ളാം.
എല്ലാം ഈ സൈഡിൽ തന്നെ ഫുൾ സ്വിച്ചും കൊടുത്തിട്ടുള്ളത്. കൂടാതെ നമുക്കിത് ORVM അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ നമുക്ക് ഫോൾഡിങ് വരത്തില്ല. ജസ്റ്റ് ഇത് നമുക്ക് റൈറ്റിലോട്ടാണെങ്കിൽ റൈറ്റിലോട്ടാക്കുക, എന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ലെഫ്റ്റിലോട്ട് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അഡ്ജസ്റ്റ് ആവും. AC-യിലോട്ട് വരികയാണെങ്കിൽ വേറെ ഓട്ടോമാറ്റിക് അല്ല കേട്ടോ, നമുക്ക് മാനുവലി അഡ്ജസ്റ്റബിൾ ആണ്. ഫാൻ സ്പീഡ് കുഴപ്പമില്ല. ഒരു കീ അറേഞ്ച്മെൻ്റ് ഒക്കെ നല്ല കറക്റ്റ് ഒരു സെറ്റായിട്ടാണ്, കറക്റ്റ് ഒരു ഓർഡറിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് ഈസി ആവുന്ന ഒരു ലെവലിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ ചെറിയൊരു ഗ്ലൗ ബോക്സ് വരുന്നുണ്ട്. കൂളല്ല കേട്ടോ, ഇതിൻ്റെ ടോപ്പ് വേരിയൻറ്റിലൊക്കെ വരുന്നത് ഒരു കൂളും കൂടെ ഇവിടെ ഈ സൈഡിലായിട്ട് AC-യും കൂടെ വരും. ഒരു കൂൾ ഗ്ലൗ ബോക്സ് ആണ് അവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് ജസ്റ്റ് കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമുള്ള വയ്ക്കാൻ, പിന്നെ ലൈറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് കേട്ടോ, ക്യാമറയും സെൻസറും വരുന്നുണ്ട്. ഇത് നല്ലൊരു ഫീച്ചറാണ്. ബിഗിനർ ആയിട്ടുള്ളവർക്കൊക്കെ ഫസ്റ്റ് ഭയങ്കര പാടായിരിക്കും ബാക്ക് റിവേഴ്സ് ഗിയർ എടുക്കുമ്പോഴേ. അപ്പം ഇതും കൂടെ ഉള്ളത് ഇപ്പോൾ ഉള്ള എല്ലാ വണ്ടികൾക്കും മിക്കതിനും വരുന്നുണ്ട്. ഒരു മിഡ് വേരിയൻ്റ് ഒക്കെ വരുമ്പോഴേക്കും എല്ലാത്തിനും വരുന്നുണ്ട്. കൂടാതെ ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വരുന്നത് 360 ആണെന്ന് തോന്നുന്നു. 360 ക്യാമറ ഇപ്പോൾ ഉള്ള എല്ലാം വന്നിട്ടുണ്ട്. കൊള്ളാം, നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഞാൻ പക്ഷേ ഷോറൂമിൽ ചോദിച്ചപ്പം 50,000 രൂപ എന്താവും എന്ന് പറഞ്ഞു. റിവേഴ്സ് ക്യാമറ, അതായത് 360 ക്യാമറയും പിന്നെ റെക്കോർഡിങ്ങും കൂടെ വരുന്നുണ്ട്. പക്ഷേ 50,000 രൂപ കുറച്ച് അതാണ്ടാ. അല്ലെങ്കിൽ നല്ല അടുത്താണെങ്കിൽ ഈ നല്ലൊരു ബീപ്പ് അടിക്കും. കൊള്ളാം. ഫ്രണ്ടിലും കൂടെ ഒരു സെൻസർ വെക്കണം കേട്ടോ. ചില സമയങ്ങളിൽ എനിക്ക് ഈ സൈഡ്, അതായത് ലെഫ്റ്റ് സൈഡ് ആ എഡ്ജ് ജഡ്ജ് ചെയ്യാൻ കുറച്ച് പാടുണ്ട്. പോപ്പോ ക്ലിയർ ആവും. ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ, അത് വരുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സീറ്റും ഫ്രണ്ട് പാസഞ്ചറിനും അഡ്ജസ്റ്റബിൾ ആംബ്രസ്റ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇപ്പം പുതിയ ഒരു 2024 മോഡലിനകത്ത് അപ്ഡേഷനായിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഞാൻ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ടാറ്റ ടിയാഗോ ആയിരുന്നു. ടാറ്റ ടിയാഗോയുടെ ഫുൾ ഓപ്ഷനാണ് ഞാൻ ബുക്ക് ചെയ്തത്. അതിൽ മിഡ് നൈറ്റ് പ്ലം എന്നതിൻ്റെ കളറാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ വേറെ വണ്ടി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ വണ്ടി ഇപ്പം എടുക്കാൻ പോകുമ്പോഴൊക്കെ ഭയങ്കര കൺഫ്യൂസ് ആയിരിക്കും, ഏത് കളർ എടുക്കണം, പിന്നെ വണ്ടി അത് മതിയാ ഇത് മതിയാ, അങ്ങനെ നോക്കി പണ്ടാരം അടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അങ്ങനെ ഏറ്റവും അവസാനമാണ് പിന്നെ ഇങ്ങനെ നോക്കി അതിൻ്റെ കളറൊക്കെ നോക്കി വന്നപ്പോൾ പിന്നെ നെക്സോണിലോട്ട് നോക്കി. പിന്നെ നെക്സോൺ നമുക്ക് ഇങ്ങനെ നമ്മുടെ ബഡ്ജറ്റിനകത്ത് ഒതുങ്ങണതല്ലാത്തതുകൊണ്ട് പിന്നെ അതിനകത്തോട്ടങ്ങ് പോയില്ല. പിന്നെ ടാറ്റ പഞ്ചിലോട്ട് വന്നു. ടാറ്റ പഞ്ചിൽ ഞാൻ ഫുൾ ഓപ്ഷനാണ് ഞാൻ എടുക്കാൻ വേണ്ടി ഉദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴും ബഡ്ജറ്റിൻ്റെ കുറച്ചൊരു ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് പിന്നെ തൊട്ട് താഴത്തെ വേരിയൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അക്കംപ്ലിഷ്ഡ് വേരിയൻ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ പെട്രോൾ വേരിയൻ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇ വി വരണമെന്ന് അന്ന് അറിഞ്ഞായിരുന്നു. പക്ഷേ അതിനകത്തോട്ട് കുറച്ച് ബഡ്ജറ്റും കുറച്ച് കൂടുതലാവും. പിന്നെ എനിക്ക് ഇ വി എടുത്തും വലിയ താല്പര്യമില്ല. എനിക്ക് പെട്രോളാണ് കുറച്ചും കൂടെ ഇഷ്ടം. ഡിസംബർ ലാസ്റ്റ് ആയപ്പോഴാണ് ഈ പേയ്മെൻറ്റൊക്കെ ഫുൾ സെറ്റിൽ ചെയ്യാനുള്ള ഒരു ഇതിലിരുന്നത്. പിന്നെ അല്ലെങ്കിൽ ജനുവരിയിൽ എടുക്കാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു, 2024 എടുക്കാനുള്ള പ്ലാനായിരുന്നു ഇതിനെ. അതായത് ഒരു ജാനുവരി ഒക്കെ കഴിഞ്ഞതിന് ശേഷം എടുക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോഴാണ് വലിയ റേറ്റൊക്കെ ഹൈക്കാകും എന്നുള്ളൊരു ഇതറിഞ്ഞത്. പിന്നെ വിചാരിച്ചു പിന്നെ അപ്പോൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ ഇത് എടുത്തത്. എനിക്ക് തോന്നുന്നു 35 രൂപയോ 30 രൂപയോ എന്തോ ഹൈക്ക് വന്നിട്ടുണ്ട്. ഞാൻ എടുത്തപ്പോൾ 9.15 ഞാൻ എടുത്തപ്പം. ഇപ്പം 9.35 40 എന്തോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വേരിയൻറ്റിന്, അക്കോംപ്ലിഷ്ഡ് വേരിയൻറ്റിന്. പിന്നെ ഞാൻ പെട്രോൾ വേരിയൻ്റാണ് കേട്ടോ എടുത്തത്. പിന്നെ ഇ വി ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്, കൊള്ളാം, നല്ല മോഡൽ ഇഷ്ടപ്പെട്ടു. എമൗണ്ട് കുറച്ച് 13 എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു മിഡ് വേരിയൻറ്റ് 13 തോന്നുന്നു. കൊള്ളാം. ഇപ്പം ഞാൻ പിന്നെ 550 കിലോമീറ്റർ ആയിട്ടുള്ളൂ വണ്ടി വരെ. ഇനി ഫസ്റ്റ് സർവീസൊന്നും കഴിഞ്ഞിട്ടില്ല. ഏറ്റവും കൂടുതൽ കേൾക്കാനുള്ളത് സർവീസ് ഇഷ്യൂ ആണ്. ഇനി എന്താണെന്ന് അറിയാം. അപ്പം ഒരു ഫസ്റ്റ് സർവീസിന് പോയതിന് ശേഷം ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. പിന്നെ ഞാൻ കുറച്ച് ചില സാധനങ്ങൾ ചെറുതായിട്ട് അപ്ഡേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഗംഭീരമായിട്ടുള്ള നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, അതിന് വേറൊരു വീഡിയോ ആയിട്ട് ഇടാം എന്തൊക്കെയാണെന്ന്. ഞാൻ എല്ലാ ഫുള്ളും അവിടെ ഷോറൂമിൽ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതാണ് വണ്ടി എടുക്കാൻ സമയത്ത് തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഡീറ്റെയിൽസും കൂടെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നതായിരിക്കും. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്.
അപ്പം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും കാണാം. പിന്നെ ഈ വീഡിയോ ഞാൻ ഈ ഓരോ കാര്യങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം. ആദ്യമായിട്ടാണ് ഞാൻ കാറിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വീഡിയോ കിട്ടുന്നത്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.